നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശൂന്യായ നോമ്പിലൂടെ നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ ദൈവമാതാവിനെ പറ്റി നമുക്ക് അല്പനേരം ചിന്തിക്കാം. ഒരു കുടുംബത്തിൽ നാം എങ്ങനെ ആയിരിക്കണമെന്നും അതിലെ ബന്ധങ്ങൾ എങ്ങനെ ഊട്ടി ഉറപ്പിക്കണമെന്നും വിശുദ്ധ ദൈവമാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മികച്ച സമൂഹം ഉടലെടുക്കുന്നു. നല്ല കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ മാതാവ് നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നോക്കാം. നസറത്തിലെ എളിമയുള്ള ഒരു കുടുംബത്തിൽ യോവാക്കിമിന്റെയും ഹന്നയുടെയും മകളായി ജനിച്ച മറിയം മാതാപിതാക്കളോടുള്ള അനുസരണയുടെ ഉത്തമ ഉദാഹരണമാണ്. ജോസഫ് എന്ന രണ്ടാം വിവാഹക്കാരനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളുടെ തീരുമാനം അംഗീകരിച്ച് ഒരു നല്ല മകളായി. ഗബ്രിയേൽ മാലാഖ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പ്രകീർത്തിക്കത്തക്കവണ്ണം ദൈവേച്ഛയിലും താഴാഴ്മയിലും സ്വഭാവത്തിലും ഔന്നിത്യമുള്ളവളായിരുന്നു അമ്മ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ തിരുക്കുടുംബം പിറവിയെടുത്തു. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ വേണമെന്ന് ഇതിലും ഭംഗിയായ ഒരു ഉദാഹരണം എങ്ങനെ അമ്മയ്ക്ക് കാണിക്കുവാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ സന്തോഷത്തിലും ക്ലേശത്തിലും ഒരുപോലെ കരുതണമെന്നും അമ്മ നമ്മെ പഠിപ്പിച്ചു. തന്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ താനും ഗർഭിണിയായിരിക്കെ തന്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ അവരുടെ ഭവനത്തിൽ പോയി 3 മാസം ശുശ്രൂഷ ചെയ്തു. കാനയിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിന്റെ കുറവ് മനസ്സിലാക്കിയ അമ്മ തന്റെ പുത്രനോട് ആവശ്യപ്പെട്ട് ആ കുടുംബത്തിലെ ഭാരം അകറ്റി. കൂടാതെ ഒരു യഥാർത്ഥ ഭാര്യ അമ്മ ഒരു കുടുംബത്തിൽ എങ്ങനെയാകണമെന്നുള്ളതും അമ്മ നമ്മെ കാണിക്കുന്നു. ബാലനായി യേശുവിനെ കാണാതായി തിരികെ ചെന്ന് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നിന്റെ പിതാവും ഞാനും എത്ര സങ്കടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മാതാവ് മകനെ ശകാരിക്കാതെ സംസാരത്തിൽ ജോസഫിന് മുൻതൂക്കം നൽകുകയും അവർക്കുണ്ടായ വിഷമം അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മക്കളോട് ദേഷ്യപ്പെടാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ സഹായിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ താൻ ജീവന് വേണ്ടി പിടയുമ്പോഴും വിലപിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുവാൻ യേശുവിന് തോന്നാഞ്ഞത്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ച് കർത്താവ് അമ്മ നൽകിയ സ്നേഹത്തിന്റെ ആഴം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ അലങ്കരിക്കേണ്ട എല്ലാ സ്ഥാനങ്ങളും ഭംഗിയായി അലങ്കരിച്ചുകൊണ്ട് അതിലെ ബന്ധങ്ങൾ എങ്ങനെ ദൈവസമർപ്പണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അമ്മ നമുക്ക് മാതൃകയാക്കി തന്നു. ഒരു മികച്ച കുടുംബം ഒരു മികച്ച ലോകം തന്നെ സൃഷ്ടിക്കുന്നു. സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന വിശുദ്ധ ദൈവമാതാവിനെ നാമും വാഴ്ത്തി സ്തുതിച്ച് അമ്മയുടെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.